ഇന്നത്തെ സ്പെഷ്യൽ. താങ്ക് യു. നല്ലൊരു ഇതാണത്. അവിടെ ലീവ് തീർന്നിട്ടോ. സ്വന്തം നാട്ടിൽ വരെ പോയിട്ടില്ല. എൻ്റെ അച്ചു നട്ട പോപ്പിച്ചെടിയാണോ, ചൈനീസ് ബാൾസം. നല്ലൊരു കളർ. ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ലീവ് തീർന്നിട്ടോ. സ്വന്തം നാട്ടിൽ നിൽക്കേണ്ട ലീവ് തീർന്നു. അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ് ഇത്രയും ദിവസം ഇവിടെ നിന്നത്, അല്ലെങ്കിൽ എപ്പോഴേ പോയേനെ. അപ്പോൾ നമ്മളെ ലീവ് തീർന്നു. നാളെ ഞാൻ എൻ്റെ വീട്ടിലേക്ക്, വളയത്തെ വീട്ടിലേക്ക് പോകും. അപ്പോൾ സ്വന്തം വീട്ടിൽ വിരുന്നുകാരിയായി ഇനി വളയത്തുള്ള സ്വന്തം വീട്ടിലേക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ വിശേഷങ്ങളാണ് കേട്ടോ. 2-3 ദിവസം കുറച്ച് സ്ട്രെസ്സ് നിറഞ്ഞ ദിവസങ്ങളായിരുന്നു, 3-4 ദിവസം. പിന്നെ ഇപ്പം നമ്മൾ സ്ട്രെസ് അടിച്ചിട്ട് കാര്യമല്ലല്ലോ, അതിനൊക്കെ ഓവർകം ചെയ്ത് ജീവിക്കല്ലേ വേണ്ടത്. അപ്പം കുറച്ച് സ്ട്രെസ്സ് ടെൻഷൻ നിറഞ്ഞ ദിവസങ്ങളായിരുന്നു 2-3-4 ദിവസങ്ങൾ. അപ്പോൾ ഇന്ന് രാവിലെ തൊട്ടുള്ള വിശേഷങ്ങൾ കാണാം കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഒരു 5:45 ആയപ്പോൾ എഴുന്നേറ്റ് നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഇന്ന് പുതിയ വഴിയിലൂടെയാണ് കേട്ടോ നടത്താം. 5:45 അമ്മ നടക്കൽ തുടങ്ങി. നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ, അറിയാം. ഇതാണ് ഞങ്ങളുടെ CPM പാർട്ടി ഓഫീസ്. ചുവന്ന കളറിലാണ് കേട്ടോ. അടിപൊളിയാണ്, അടിപൊളി. ഞങ്ങളെ ഗ്രൗണ്ടിലേക്കുള്ള റോഡാണ്. ആദ്യത്തെ ഇടവഴി ഇപ്പം റോഡാണ്. പണ്ടത്തെ വഴിയൊന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ നിറയെ പാറക്കെട്ടും പുല്ല്. ഈ വീട്ടിലെ ആളില്ലല്ലോ അമ്മ. വലിയൊരു ടവറുണ്ട്, വലിയ ടവർ. നല്ല മഞ്ഞുണ്ട്. ഇതാരമ്മ വീട്? ഇത് മറ്റല്ലേ നാളീൻ്റെ വീട്. കാണാൻ നടന്ന് ഞങ്ങളെ ഗ്രൗണ്ടിലേക്ക് എത്തി. ഓണാഘോഷം പന്തുകളേക്ക് നടക്കണം ഗ്രൗണ്ടിൽ. എന്താ ഇതാണ് ഞങ്ങളെ ഗ്രൗണ്ട്. പന്ത് കളിക്കുന്ന, ഓണാഘോഷം നടക്കുന്ന, എന്ത് പരിപാടി ഉണ്ടെങ്കിലും നടക്കുന്ന ഗ്രൗണ്ട്. ഈ ഗ്രൗണ്ടിന് ചുറ്റും റബ്ബർ തോട്ടം എന്നിട്ടോ. ഇതിപ്പോൾ ഗ്രൗണ്ടിന് ചുറ്റും നിറയെ വീടായി. എത്ര വീടുകളായി! ഇവിടെ ഒരൊറ്റ വീടില്ലായിരുന്നു. റബ്ബർ തോട്ടത്തിൻ്റെ നടുവിൽ വിശാലമായ ഗ്രൗണ്ടായിരുന്നു. ഫുട്ബോൾ ടൂർണമെൻറ്റ് നടന്ന ഗ്രൗണ്ടാത്. ഞങ്ങൾ കടേൻ്റെ അവിടെ നിന്നിട്ട് ഇതിലെങ്ങനെ ഈ റബ്ബർ തോട്ടത്തൂടെ അങ്ങോട്ട് വരും. കളിക്കാരൊക്കെ ഇപ്പം ഞങ്ങൾ വന്ന റോഡിന് ഇങ്ങനെ വരും. ഇപ്പം എത്ര വീടുകളാ! ഇവിടെ എത്തിയപ്പോൾ നല്ല വെളിച്ചട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല ഇരുട്ട്. ഇപ്പം നേരം വെളുത്തിട്ടോ. നേരം വെളുത്ത് വരുന്നതാ. അമ്മ നല്ല നടത്താം. നല്ല നടത്താണ്. ഇതിലും നിറയെ റബ്ബർ തോട്ടം. അവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ, ഇടിഞ്ഞു പൊളിഞ്ഞ ക്ഷേത്രത്തിൻ്റെ ഒരു എന്താ പറയുക, ബാക്കി ഭാഗങ്ങളുണ്ട്. ഇതിലെങ്ങനെ ചെറിയൊരു ഇടവഴി പാടത്തേക്ക്. അല്ല, അതിൽ ആ ഇടവഴി ചെന്നാൽ തോട് കഴിഞ്ഞാൽ പാടത്തൊക്കെ ഇപ്പോൾ നിറയെ കവുങ്ങിൻ തോട്ടമായി. തോടൊക്കെ എന്തായിനാ, അവിടെയൊക്കെ വേലി അടച്ചിന്. അതിലൊന്നും പോകാൻ പറ്റില്ല, വഴിയല്ല. ആ ചെറിയ കൈത്തോടും കടന്ന് പാടം കടന്ന് ചെന്നാൽ വലിയ തോട്. ഇവിടെ അവിടെയൊക്കെ കുളിക്കാൻ പോയിട്ടോ. പുഴയിൽ വെള്ളം കൂടുമ്പോൾ മഴക്കാലമായ തോട്, കൈത്തോട്, കുളം. പിന്നെ അങ്ങോട്ട് പോയാൽ വലിയൊരു കുളം, പിന്നെ അതിനപ്പുറത്ത് ചെറിയൊരു കുളം. അതിലൊക്കെ പോയി കുളിച്ചു. ഇതിലൊക്കെ ഇപ്പോൾ വഴികളായി. ഇതിലൊക്കെ നിറയെ വീടുകളുണ്ട്. ഇതിലൊക്കെ ഇപ്പോൾ റോഡ് വെട്ടി. വികസനം തന്നെ വികസനം. അമ്മ നല്ല ഉഷാറായിട്ട് നടക്കുന്നുണ്ട്.
സാധാരണ അമ്മേൻ്റെ കൂടെ ഞാനിങ്ങനെ നടന്നു കൊടുക്കുകയുള്ളൂ, ഞാൻ കൈ വീശിയൊന്നും നടക്കാറില്ല കേട്ടോ. അപ്പോൾ ഗ്രൗണ്ട് കണ്ടപ്പോൾ എനിക്കും തോന്നി ഒന്ന് കൈ വീശി നല്ല വ്യായാമം ചെയ്യാമല്ലോ, അങ്ങനെ നടന്നതാണ് കേട്ടോ. ഒരുപാട് ഫുട്ബോൾ ടൂർണമെൻറ്റുകൾ നടന്ന ഗ്രൗണ്ടാണ് കേട്ടോ ഇത്. പിന്നെ ഓണാഘോഷം നടക്കുന്ന ഗ്രൗണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഓണത്തിനും കൂടെ പരിപാടി ഉണ്ടായിരുന്നു, മെഗാ തിരുവാതിര ഉണ്ടായിരുന്നു, വലിയ പരിപാടിയായിരുന്നു. പക്ഷേ ഞാൻ ഓണത്തിൻ്റെ ആ സമയത്ത് ഇങ്ങോട്ട് എത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ഓണത്തിൻ്റെ 2 ദിവസം മുൻപായിരുന്നു പരിപാടി. പക്ഷേ കല്യാണത്തിൻ്റെ മുൻപ് എല്ലാ ഓണപ്പരിപാടിയിലും പങ്കെടുത്തിട്ടുണ്ട് കേട്ടോ. നാരങ്ങ സ്പൂൺ, പിന്നെ കുപ്പിയിൽ വെള്ളം നിറയ്ക്കുക, അങ്ങനെ പെണ്ണുങ്ങൾക്കുള്ള പരിപാടിയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ ഓണപ്പരിപാടികളും പന്തുകളിയൊക്കെ നടക്കുന്ന ഗ്രൗണ്ടാണ് കേട്ടോ ഇത്. ഗ്രൗണ്ടിൽ പിന്നെ പന്തുകളി തന്നെയാണല്ലോ നടക്കുക. എല്ലാ വൈകുന്നേരം ആയാൽ പിന്നെ കുട്ടികൾ കളിക്കാൻ വരും. എല്ലാ വർഷവും പന്തുകളി ടൂർണമെൻറ്റ് നടക്കാറുണ്ട്. ഗ്രൗണ്ടിൽ നല്ല വെളിച്ചമുണ്ട്, മലയമെന്ന് മഞ്ഞ് വരെ പോയിട്ടില്ല. നിറയെ കറുകപ്പുല്ല് കറുകപ്പുല്ല് കറുകപ്പുല്ല്, ഗ്രൗണ്ട് നിറയെ. ശരിക്കും 5 മണിക്ക് വരും കേട്ടോ നടക്കാൻ പെണ്ണുങ്ങൾ. ഇപ്പം എല്ലാവരും പോയി എന്നാ തോന്നുന്നത്. വന്ന വഴിയല്ല പോണത് ഇതാ ഈ വീടിൻ്റെ മുന്നിൽ കൂടെ ഒക്കെ നിറയെ അല്ല വലിയ റോഡ് വെട്ടിയിട്ടുണ്ട്. ആദ്യം ഇതിൽ റോഡൊന്നും ഇല്ലേന്ന്. ഞങ്ങളുടെ കല്യാണ മണ്ഡപം, PG ഹാള്, ഞങ്ങളുടെ കല്യാണം നടന്ന സ്ഥലം. അയ്യോ, ഇത് പള്ളി. ഇവിടെയൊക്കെ നിറയെ വീടുകളായി. കൃഷിക്കാരുള്ള വീടുകളുണ്ട്, കൃഷിയുണ്ട്. എത്ര വീടുകളല്ലമ്മ, എത്രയേ വീടുകൾ. അതിൻ്റെ ഉള്ളിലൊക്കെ അതാ വീടുകൾ കയറ്റിയിട്ടാണ്. ഇതിലൊക്കെ ആ 2 വീട് വിൽക്കാനോ അതിൽ വഴിയുണ്ട്. എത്ര രൂപയാണാവല്ലേ അങ്ങനെ ഒരു വീട് കയറ്റിയിട്ടാൽ. കിണർ വെള്ള സൗകര്യം ഉണ്ടല്ലോ, അതാണ് വലിയ കാര്യം. ബാബുവിൻ്റെ അതേപോലെ മഞ്ഞ് പോണുള്ളൂ. ഇതൊരു വീട്, അപ്പുറത്തൊരു പള്ളി, പുതിയ പള്ളി. അങ്ങനെ ഞങ്ങൾ റോട്ടിലെത്തി. അതാ എൻ്റെ പച്ചക്കറി, പയറ് എല്ലാം വൃത്തിയായി വെക്കും. അങ്ങനെ നടന്ന് ഒരു 6:30 ആയപ്പോൾ വീട്ടിലെത്തിയിട്ടോ. പിന്നെ പുഴയിൽ പോയി കുളിച്ചു വന്നു. അപ്പോൾ ഇത് എൻ്റെ വീടിൻ്റെ മുറ്റത്തുള്ള ചൈനീസ് ബാൾസം ചെടിയാണ് കേട്ടോ. ഇത് അശ്വതി, എൻ്റെ ചെറിയ നാത്തൂൻ നട്ട ചെടിയാണ് കേട്ടോ. നല്ലൊരു കളറല്ലേ. പിന്നെ നേരെ അടുക്കളയിലേക്കാട്ടോ പോയത്. അടുക്കളയിൽ ചെന്നു, ചായ കുടിച്ചു. ചായക്ക് ഇന്ന് ദോശയും മസാലക്കറിയാണ് കേട്ടോ. നമ്മൾ മസാല ദോശയൊക്കെ ഉണ്ടാക്കുന്ന മസാലയില്ലേ, ഉരുളക്കിഴങ്ങൊക്കെ വെച്ചിട്ട് ആ മസാലയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഈ പറയുന്നത്. അതൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ എന്താ, ഇനി ഉച്ചഭക്ഷണം എൻ്റെ വകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും നാളെ പോവല്ലേ, അപ്പോൾ ഇന്നും കൂടെ ഞാൻ അശ്വതിനെ ഒന്ന് സഹായിക്കാമെന്ന്. പിന്നെ ഉച്ചഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ മുൻപ് ഞാൻ തറവാട്ട് വീട്ടിലൊന്ന് പോയിട്ടോ, ചെറിയച്ഛൻ്റെ വീട്ടിൽ. അവിടെ ചൈനീസ് ബാൾസം നല്ല പൂത്തുലഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് 2-3 കമ്പ് പൊട്ടിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. എന്തൊരു ഭംഗിയാണ്, പലതരത്തിൽ 3 കളറിലാണ് പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നത്. ഒരുപാടായിട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ കമ്പ് പൊട്ടിക്കാൻ തോന്നിയതേ അല്ല. എന്തൊരു ഭംഗിയാണ് കാണാൻ. എനിക്കാണെങ്കിൽ അങ്ങനെ പൂക്കൾ വിരിഞ്ഞ് നിൽക്കണ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനെയാണ് അതൊന്ന് കമ്പ് പൊട്ടിക്കുക അല്ലേ. സത്യം പറഞ്ഞാൽ ഈ പൂക്കൾ ഞാൻ 2-3 ദിവസമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് ഇതുവരെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമായിട്ട് പോയതാണ് കേട്ടോ. എന്തൊരു ഭംഗിയല്ലേ ഈ പൂക്കൾ ഇങ്ങനെ കാണാൻ. പിന്നെ നേരെ വീണ്ടും അടുക്കളയിൽ തന്നെ എത്തിട്ടോ. അപ്പോൾ ഉച്ചഭക്ഷണം തയ്യാറാക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ നോമ്പൊന്നുമില്ല, സാധാ ഭക്ഷണം, ഒരു പുളിശ്ശേരി, ഒരു ഉപ്പേരി, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞതാ എല്ലാവരും വിശ്രമത്തിലാണ് കേട്ടോ. അമ്മയുടെ കിടക്കുന്നു, ഞാനിങ്ങനെ കുത്തിരിക്കുകയാണ്. നാളെ പോകണമല്ലോ എന്നിങ്ങനെ ആലോചിക്കാം. അപ്പോൾ ഉച്ചഭക്ഷണം സാധാ ഭക്ഷണമായിരുന്നു കേട്ടോ. അപ്പോൾ നോമ്പും കാര്യങ്ങളൊന്നുമില്ല, നവരാത്രി ആയതുകൊണ്ട് എല്ലാ വർഷവും നോമ്പെടുക്കാറുണ്ട്. ഇപ്രാവശ്യം നോമ്പെടുത്തിട്ടില്ല, നോമ്പെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല, അതുകൊണ്ട് നോമ്പെടുത്തിട്ടില്ല. അപ്പോൾ സാധാ ഭക്ഷണം, പിന്നെ നോൺ വെജൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇപ്പം ഇങ്ങനൊരു സങ്കടത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്, നാളെ പോകണമല്ലോ. പിന്നെ അല്ലിക്കുട്ടനും ബാലക്കുട്ടനൊന്നും ഇല്ല ഇവിടെ. അവരൊക്കെ ഇന്നലെയല്ല മിനിഞ്ഞാന്ന് അവരുടെ വീട്ടിൽ പോയി, അമ്മേൻ്റെ വീട്ടിൽ പോയി. അവർ നാളെ വരുള്ളൂ. അപ്പോൾ ഞാൻ പോകുന്നതിൻ്റെ മുമ്പ് അവർ വരുമെന്ന് അറിയില്ല. ഞാൻ രാവിലെ പോകണം കരുതുന്നുണ്ട്, എപ്പോഴാണെന്നറിയില്ല. പ്രസാദേട്ടന്മാരും
വന്നിട്ട് ഒരുമിച്ച് പോവും. അപ്പോൾ ഇങ്ങനെ ഫീലിംഗ് ആയി ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ വന്നിട്ടിപ്പോൾ വീട്ടിൽ വന്നിട്ട് ഇപ്പോൾ 20 ദിവസമായി. സാധാരണ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസം ഇങ്ങനെ പാർക്കാനായിട്ട് നിന്നിട്ടില്ല. 2 മാസം ഹോസ്പിറ്റൽ കേസായിട്ട് അങ്ങനെ ബന്ധപ്പെട്ട് ഞാൻ ഇവിടെ നിന്നിട്ടുണ്ട്. അത് ഹോസ്പിറ്റൽ കാരണങ്ങൾ കൊണ്ട്, അല്ലാതെ ഇതുവരെ നിന്നിട്ടില്ല. ഇതിപ്പോൾ ഇത് ഹോസ്പിറ്റൽ കേസ് തന്നെ, അമ്മ ഹോസ്പിറ്റലായതുകൊണ്ട് അങ്ങനെ. അപ്പം ഇങ്ങനെ ഒരു ഫീലിംഗ് നാളെ പോണല്ലോ അതിൻ്റെ. ഇപ്പോൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചു. ഒരുപാട് സാധനങ്ങളൊന്നുമില്ല. ഞാൻ കൊണ്ടുവന്ന 2-3 ഡ്രസ്സ്, പിന്നെ അമ്മ വാങ്ങിക്കുന്ന 2-3 ഡ്രസ്സുണ്ട്, അതും വാങ്ങുന്നുള്ളൂ. പിന്നെ കുറച്ച് മൈലാഞ്ചി ഉണക്കി പൊടിച്ച്, പച്ച മൈലാഞ്ചി, പിന്നെ കുറച്ച് കാന്താരി മുളക്, പിന്നെ കാച്ചിയ എണ്ണ കാച്ചിയതുകൊണ്ട് അത്രയൊക്കെ തന്നെ ഉള്ളു പാക്കിങ്. ഞാൻ ബൈക്കിനൊക്കെ പോകുമ്പോൾ കുറച്ച് സാധനങ്ങളെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. വൈകുന്നേരം അശ്വതിൻ്റെ വക സേമിയ പായസം. ആഹാ, അടിപൊളി. ഞാൻ പോവാന്ന് കണ്ടപ്പോൾ അശ്വതി പായസം ഉണ്ടാക്കിയതാ. അടിപൊളി പായസം. പായസം കുറുകിപ്പോയോ? അപ്പോൾ വൈകുന്നേരം അശ്വതിൻ്റെ വക സേമിയ പായസം. രണ്ട് ദിവസമായി അശ്വതിനോട് പായസം ഉണ്ടായി തരാൻ പറഞ്ഞു. ഞാൻ ഉണ്ടാക്കും, ഞാനിവിടെ ഉണ്ടായി തന്നതാട്ടോ, സ്പെഷ്യലായിട്ട്. അമ്മ നിങ്ങൾ പായസം കുടിച്ചോ? നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. അച്ചോ അടിപൊളി പായസം, സൂപ്പർ. താങ്ക് യു. നല്ലൊരു ഇതാണത്. പിന്നെ ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ വളയത്ത് വീട്ടിൽ ചെന്നിട്ട് ടാറ്റാ. ഒരു കിളി ഇതാ ഇവിടെ നിൽക്കുന്നു. ടാറ്റാ. പായസം കുടിക്കാത്ത ഞങ്ങളെ കുഞ്ഞിക്കിളി. അല്ലത് കുഞ്ഞിക്കിളി അല്ല, നോക്കട്ടെ താരാ. ഇത് പൈങ്കിളി പെണ്ണ്. കുഞ്ഞിക്കിളിയുടെ കുഞ്ഞിയെ ഇതാ ഞങ്ങളെ കുഞ്ഞിക്കിളി വരുന്നേ. പാച്ചം കുച്ച് പായസം, പാച്ചം. അടിപൊളി പറ. എന്റെ അമ്മ ഉണ്ടാക്കിയ പാച്ചം അടിപൊളി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ വളയത്ത് വീട്ടിൽ ചെന്നിട്ട് പറയാം കേട്ടോ. താങ്ക് യു.